വചനപരമായ ഒരു അറിവ്, ഒരു പരിജ്ഞാനം, ഒരു ബോധം നമുക്കുണ്ടാകുന്നത് വളരെ ആവശ്യമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 24 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോതമ്പും കളയും അതിൻ്റെ ഒരു ഉപമയെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വീണ്ടും ആ 13-ാം അധ്യായം 37 മുതൽ 43 വരെ വായിക്കുമ്പോൾ ആ ഉപമയുടെ അർത്ഥം എന്താകുന്നു എന്ന് ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചപ്പോൾ കർത്താവ് അതിന്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയും. മറ്റൊരു ഉപമ 13-ാം അധ്യായം, മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 47 മുതൽ 49 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് കാണാം. അത് കടലിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ നിന്ന് മീൻ പിടിച്ച വലയിൽ നല്ലതും ചീത്തയുമായിട്ടുള്ള മീൻ പിടിച്ച ഒരു ഉപമയെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് ഈ 13-ാം അധ്യായത്തിൽ വിദഗ്ധരുടെ ഉപമ മുതൽ കർത്താവ് പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ ഈ ഭൂമിയിലായിരിക്കുന്ന ദൈവരാജ്യം എങ്ങനെയുള്ളത് എന്നുള്ളത് വെളിവാക്കുകയാണ്. ദൈവരാജ്യം എന്ന വാക്ക് പുതിയ നിയമത്തിൽ ധാരാളമായി പ്രയോഗിച്ചിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ മാത്രം ആ സുവിശേഷം എഴുതിയ മത്തായി ദൈവരാജ്യം എന്ന പദപ്രയോഗത്തിന് പകരം സ്വർഗരാജ്യം എന്ന പദപ്രയോഗമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ദൈവരാജ്യം അഥവാ സ്വർഗരാജ്യം എങ്ങനെ ആയിരിക്കുന്നു എന്ന് നമ്മുടെ കർത്താവ് വെളിപ്പെടുത്തുന്നതിനെ സംബന്ധിച്ച് ഈ അന്ത്യനാളുകളിൽ നമുക്കൊരാഴമായ ബോധമുണ്ടാകും. ദൈവരാജ്യം എന്ന് പറയുന്നത് ദൈവശാസ്ത്രപരമായ പഠനത്തിൽ വിശാലമായ അർത്ഥമുള്ളതാണ്, ആഴമായ അർത്ഥമുള്ളതാണ്. എന്നാൽ സ്വർഗരാജ്യം എന്ന് കാണുമ്പോൾ സ്വർഗരാജ്യം ദൈവരാജ്യത്തിൽ ഉൾപ്പെടുന്നതും ദൈവരാജ്യത്തിന്റെ ഒരു ഭാഗവുമാകുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. ആക്ഷരികമായ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യമുണ്ട്, ആത്മീകമായ ദൈവരാജ്യം അല്ലെങ്കിൽ സ്വർഗരാജ്യമുണ്ട്. ദൈവരാജ്യത്തെ കുറിച്ചോ സ്വർഗരാജ്യത്തെ കുറിച്ചോ സവിസ്തരമായി ചിന്തിക്കുകയല്ല എന്റെ ഉദ്ദേശം ഒറിജിനലും എന്റെ ഇപ്പത്തെ വാക്കെന്ന ഡ്യൂപ്ലിക്കേറ്റ് തമ്മിൽ വചനപരമായി തിരിച്ചറിയുക, സത്യവും അസത്യവും തമ്മിൽ വചനപരമായി തിരിച്ചറിയുക. അതാണ് എന്റെ ലക്ഷ്യം. അതുകൊണ്ട് ആക്ഷരികമായ ദൈവരാജ്യ സ്ഥാപനത്തെ നമ്മുടെ കർത്താവ് മാറ്റിവെച്ചിട്ട് ആത്മീകമായ ദൈവരാജ്യമാകുന്ന ദൈവസഭയെ പരിശുദ്ധാത്മാവ് പെന്തക്കോസ്തിൽ ഉദ്ഘാടനം ചെയ്ത് പരിശുദ്ധാത്മാവിനെ തന്റെ സഭയെ വളർത്തുവാൻ ഇവിടെ ആക്കിയിട്ട് കർത്താവ് സ്വർഗത്തിലേക്ക് കടന്നുപോയിരിക്കുകയാണ്. ആ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ സ്ഥാപിച്ച് വളർന്നു വരുന്നത് എങ്ങനെയാണെന്ന് വെളിവാക്കുവാൻ കർത്താവ് പറഞ്ഞതാണ്. ശിഷ്യന്മാർ ചോദിച്ചു, എന്താ ഊമയായിട്ട് പറയുന്നത്? അപ്പോൾ കർത്താവ് അവരോട് പറഞ്ഞു, സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു, പക്ഷെ നിങ്ങൾ ഒഴികെ മറ്റുള്ളവർക്ക് ആ വരം കൊടുത്തിട്ടില്ല. മറ്റുള്ളവർക്ക് മനസ്സിലാകത്തക്കവണ്ണം ഞാൻ ഊമയിൽ കൂടെയാണ് സംസാരിക്കുന്നത്. ലോകസ്ഥാപനം മുതൽ ഊമ സംസാരിക്കാൻ അവൻ വാതുറക്കമെന്നുള്ളതായിരിക്കുന്ന പ്രവചന നിവൃത്തി ഇതാ എന്നിൽ കൂടി നിവർത്തിക്കപ്പെടുകയാണ്. പുറത്തുള്ളവർക്കായി ഞാൻ ഊമകളിൽ കൂടെ സംസാരിക്കുകയും നിങ്ങൾക്കോ സ്വർഗരാജ്യത്തിന്റെ മർമ്മങ്ങളെ മനസ്സിലാകത്തക്കവണ്ണം ആ കൃപ ഞാൻ നിങ്ങൾക്ക് പകരുകയും ചെയ്യുന്നു എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ആദ്യത്തെ ഉപമ എന്ന് പറയുന്നത് ഞാൻ ഈ പറയുന്ന ആ സ്വർഗരാജ്യത്തെ കുറിച്ചുള്ളതായിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന രണ്ട് ഉപമ. അതെന്താണ്? സ്വർഗരാജ്യം വയലിൽ ഗോതമ്പ് വിതച്ചാൽ പിന്നെ ശത്രു വന്ന് ആ കൂടെ കളയും വിതച്ചിട്ട് രണ്ടും കൂടെ വളർന്നു വന്ന് ആ വയലിനോട് ആ വിളയോട് സദൃശ്യം. അടുത്തത് മീൻ പിടിപ്പാൻ കടലിലേക്ക് എറിഞ്ഞ വലയോട് സദൃശ്യം. വല വലിച്ചു കയറ്റിയപ്പോൾ നല്ലതും ചീത്തയുമായിരിക്കുന്ന മീൻ അതിനകത്ത് ഉണ്ടായി. അപ്പോ വലയിട്ടവൻ എന്നിട്ട് ആ മീനെ എടുത്ത് നല്ല
പാത്രത്തിലാക്കുകയും ചീത്ത മീനുകളെ എറിഞ്ഞു കളയുകയും ചെയ്യും. ഞാൻ പറഞ്ഞു വരട്ടെ, അത് വായിക്കേണ്ട കാര്യമില്ല, നമുക്കത് എല്ലാവർക്കും അറിയാം. നിലത്തിന്റെ ഉടമസ്ഥൻ ഗോതമ്പ് വിതച്ചിട്ട് പോയി. എന്നിട്ട് രാത്രിയിൽ മനുഷ്യൻ ഉറങ്ങുന്ന സമയത്ത് ശത്രു വന്നിട്ട് ആ വിതച്ച ഗോതമ്പിന്റെ അതേ വയലിലേക്ക് തന്നെ കളയുടെ വിത്ത് മതിഞ്ഞിട്ട് പോയി. രണ്ടും കൂടെ ഒരുമിച്ച് മുളച്ചു വന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വേലക്കാര് എങ്ങനെയൊക്കെ ഉണ്ട്, അത് മുളച്ചോ, ഞാറായോ, വളർന്നോ എന്ന് നോക്കാൻ ചെന്നപ്പോൾ എന്താ പറയുക, പകുതിക്ക് പകുതി ഗോതമ്പ്, പകുതിക്ക് പകുതി കളയുമായിട്ട് ഇടകലർന്ന് നിൽക്കുന്നു. അതെന്താ ഇങ്ങനെ വന്നത്? അവർ വേഗം ഉടമസ്ഥനോട്, യജമാനോട് വിവരം പറഞ്ഞു. അല്ലയോ യജമാനെ, നമ്മൾ ഗോതമ്പല്ലേ വിതച്ചിട്ട് പോകുന്നത്? അതെ, പക്ഷേ ഇപ്പോൾ പകുതിക്ക് പകുതി എന്നവണ്ണം കളയും കൂടെ നിൽക്കുകയാണ്. ഉടനെ ഉടമസ്ഥൻ പറഞ്ഞു, അത് ശത്രു ചെയ്തത്, അത് ശത്രുവിന്റെ പ്രവർത്തനമാണ്. അപ്പൊ ചോദിച്ചു, ശത്രുവിന്റെ പ്രവർത്തനമാണെങ്കിൽ, പകുതിക്ക് പകുതി കളയുമാണെങ്കിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? നീ കൽപ്പിച്ചാലേ ഞങ്ങൾ ഇപ്പോൾ തന്നെ ചെന്ന കളകളെ മുഴുവൻ പറിച്ച് മാറ്റിക്കളയാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അത് വേണ്ട, നിങ്ങൾ കള പറിച്ച് തിരിക്കാൻ പോയാൽ, ഗോതമ്പ് കളയിൽ തിരിക്കാൻ പോയാൽ, നിങ്ങൾ കള പറിക്കുന്ന കൂട്ടത്തിൽ അറിഞ്ഞായാലും അറിയാതെയായാലും ഏതെങ്കിലും ഒരു ഗോതമ്പ് ചെടി കൂടെ പറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. എന്തെന്നാൽ ഒരു ഗോതമ്പ് ചെടി പറയുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഇഷ്ടമല്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്ത് ചെയ്യാൻ? അത് രണ്ടും കൊയ്ത്തോളം വളരട്ടെ, രണ്ടും അവിടെ നിൽക്കട്ടെ, അത് കൊയ്ത്തോളം വളരട്ടെ. അത് വളർന്ന് എന്താ, അത് കതിരുകളെ പുറപ്പെടുവിക്കും. ഗോതമ്പ് കതിരുകളെ പുറപ്പെടുവിച്ച് കഴിയുമ്പോൾ ഗോതമ്പിൻ കതിരുണ്ടാകും. കള കതിരുകളെ പുറപ്പെടുവിക്കുമ്പോൾ കളയുടെ കതിരുണ്ടാകും. പിന്നെ അത് അവിടെ നിന്ന് മൂക്കട്ടെ. അങ്ങനെ ഗോതമ്പ് കൊയ്തെടുത്ത് ഇവിടെ നിന്ന് യജമാനന്റെ കളപ്പുരയിലേക്ക് മാറ്റേണ്ട ദിവസം വരെ ഗോതമ്പ് അവിടെ നിൽക്കട്ടെ. അതുവരെയും കളയും അവിടെ നിൽക്കട്ടെ. രണ്ടും പരുവമാകും. ഈ കളയും ഗോതമ്പും, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ഇതനുസരിച്ച്, ഇത് പാലസ്തീൻ നാട്ടിലെ കാര്യമാണ്, നെല്ലും കളയും, അതങ്ങനെയാ വരുന്നത്. അപ്പോൾ ഉടമസ്ഥൻ പറയുകയാ, ഞാൻ കൊയ്യാൻ വിടുന്ന ആളുകളെ കൊണ്ട് ആദ്യം കളകളെ കൊയ്ത് കെട്ടുകളാക്കി കെട്ടിച്ചിട്ട് അതിനെ അവിടെ വെപ്പിക്കും. എന്നിട്ട് ഞാൻ ഗോതമ്പ് കൊയ്യാൻ പറയും. ഗോതമ്പുകളെ കെട്ടുകളാക്കി കെട്ടിയിട്ട് ആ കച്ചകൾ യജമാനന്റെ കളപ്പുരയിലേക്ക് കൊണ്ടുപോയി അതവിടെ മെതിച്ചെടുത്ത് ആ നല്ല ധാന്യങ്ങളെ കളപ്പുരയിൽ സുരക്ഷിതമാക്കാൻ ഞാൻ പറയും. എന്നിട്ട് പിന്നെ ഈ പാടത്ത് ആദ്യം കൊയ്ത് കെട്ടുകളാക്കി കെട്ടിയിട്ടിരിക്കുന്ന കളകൾക്ക് അവിടെ തീ കൊളുത്താൻ പറയും. അത് ആ പാടത്ത് കിടന്ന കത്തി ചാമ്പല. ഇതാ കർത്താവ് പറഞ്ഞു. അതുകൊണ്ട് ഇതെന്തിനെ കുറിച്ച് പറഞ്ഞതാ? സ്വർഗരാജ്യം ഇതിനോട് സദൃശമാകും. ഈ ഭൂമിയിൽ സ്വർഗരാജ്യം എന്ന് പറയുന്നത്, ഈ ഭൂമിയിൽ ദൈവരാജ്യം എന്ന് ഇപ്പോൾ പറയുന്നത് പത്രോസ് അല്ല, റോമാലേഖനത്തിൽ പൗലോസ് പറഞ്ഞല്ലോ. കർത്താവ് തന്നെ അന്ന് പറഞ്ഞു, എന്റെ രാജ്യം ഇപ്പോൾ ഐഹികമല്ല. എന്റെ രാജ്യം ഐഹികമായിരുന്നുവെങ്കിൽ എനിക്ക് വേണ്ടി പോരാടുവാൻ ഇവിടെ ലക്ഷക്കണക്കിന് പടയാളികൾ ഉണ്ടാകുമായിരുന്നു. എന്റെ രാജ്യം ഐഹികമല്ല, അതുകൊണ്ട് എനിക്ക് വേണ്ടി ഇവിടെ പോരാടുവാൻ ഇപ്പോൾ പടയാളികളില്ല. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ഞാൻ സന്തോഷത്തോടെ സഹിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇതാണ് കർത്താവ് അവിടെ പറഞ്ഞത്. അതുകൊണ്ട് ഇത് രണ്ടും ഇങ്ങനെ വളരും എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഇതാണ് ദൈവരാജ്യം. രണ്ടും ഇടകലർന്ന് ഇരിക്കുന്നു. എന്തുകൊണ്ട് കളയെ ദൈവം പറിച്ചു കൂട്ടി അന്നേരം കളഞ്ഞില്ല? ആ കൂടെ അത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. എന്റെ അപ്പന്റെ കാലത്ത് പാടമുണ്ടായിരുന്നു, നെൽകൃഷി ഉണ്ടായിരുന്നു. ഞാനും 1-2 കൊല്ലം നെൽകൃഷി ചെയ്തിട്ട് സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അത് വിറ്റ് കിടന്നതാണ്. കാരണം എനിക്കതിനോട് പരിചയമില്ല. സകലതും പണം മുടക്കി ചെയ്തപ്പോൾ ഉണ്ടാകുന്ന നെല്ലും വിലയും ഇതിന്റെ മുടക്ക് തമ്മിൽ നോക്കിയപ്പോൾ ഉണ്ടാകുന്ന നെല്ലിന്റെ വിലയേക്കാൾ ഇരട്ടി രൂപ കൃഷിക്ക് വേണ്ടി മുടങ്ങുന്നു. അപ്പോൾ അതിന്റെ വളരെ തുച്ഛമായ 3-4 തുക കൊടുത്താൽ എന്റെ കുടുംബത്തിന് ആവശ്യമായ നെല്ല് ഓരോ കൃഷിയുടെ സമയത്ത് വാങ്ങാൻ കഴിയുമായിരുന്നു. അപ്പോ
കളവറിയൊക്കെ ഞാനും കണ്ടിട്ടുണ്ട്. ചിലപ്പോൾ അപ്പോൾ കളവറിക്കാരെ വടക്ക് പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. കളവറിക്കാൻ പറഞ്ഞാൽ നല്ല അങ്ങനെ പറിച്ചു കൊടുക്കുന്നതിനാ ഓരോ നോക്കി എന്തോരം നല്ല പറിച്ചു പോകുന്നത്, കുറച്ചുകൂടെ സൂക്ഷിക്കാൻ പാടില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് നെല്ല് പറിക്കണം ആഗ്രഹമില്ല, പക്ഷെ ഇതിനൊക്കെ ഇടകലർന്ന് നെല്ലുപുല്ല് എന്ന് പറയുന്ന ഒരു പുല്ല്, അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് നെല്ലുപുല്ല്. പിന്നെ അത് കൈ ഒടിച്ച് നോക്കുമ്പോൾ നെല്ലിന് അരമുണ്ട്, ഇതിന് മിനുസമാണ്. അതിപ്പോ അങ്ങനെ ഓരോ ഇലയുടെ കൈ ഒടിച്ചിട്ട് പറിക്കാൻ പറ്റുമോ? അതാണ്. അപ്പൊ അത് എത്രയോ ഭൂമിയിൽ പറയുന്ന എത്രയോ ശരിയാണ്. അതുകൊണ്ട് തിരിക്കുന്നയിടം വരെ ദൈവസഭയ്ക്കകത്ത്, ഈ ഭൂമിയിൽ പറയുന്ന ആത്മീക ദൈവരാജ്യമാകുന്ന ദൈവസഭയ്ക്കകത്ത് ഗോതമ്പ് കളയും ഒരുമിച്ച് വളരും. അത് ദൈവത്താൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇതൊരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. പെന്തക്കോസ്ത് മുതൽ യേശുവിന്റെ മധ്യാകാശം വരെ ഒരു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടമാണ്. എന്താ തെരഞ്ഞെടുപ്പ്? തന്റെ ഏകജാതനായിരിക്കുന്ന മകൻ, തന്റെ രക്തം കൊണ്ട് വീണ്ടെടുക്കപ്പെട്ട ദൈവസഭയാകുന്ന മണവാട്ടിയെ കൈപിടിപ്പിക്കുക എന്നുള്ളത് മാത്രമായിട്ട് ലക്ഷ്യം. ആകയാൽ ഇവിടെയുള്ള തന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന ജനത്തിൽ നിന്ന്, ഈ നമ്മുടെ ഭാഷയിൽ പറയട്ടെ ക്രിസ്ത്യാനികളിൽ നിന്ന്, ദൈവമക്കളിൽ നിന്ന് ഒക്കെ തന്റെ കാന്തയെ തെരഞ്ഞെടുക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് വേദികെട്ട ഈ സംവിധാനം ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പേരിൽ അറിയപ്പെടുന്ന ഏത് ദൈവസഭയായാലും അത് സമ്പൂർണമായി ഇഹലോകത്തിലെ അംഗങ്ങൾ എന്ന് പറയുന്നവർ ഉൾപ്പെടെ ഒരിക്കലും അത് ബോധമല്ല, അത് കളയിൽ കൂടെ ഇടകലർന്ന് മാത്രമേ നിൽക്കത്തുള്ളൂ. ഭൂമിയിൽ ദൈവരാജ്യം ഇങ്ങനെ ആയിരിക്കുള്ളൂ എന്ന് എന്റെ കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാണ്ടാക്കാൻ ഇവിടെ ഒരു മാനുഷിക നേതാവിനെ കൊണ്ടോ ഒരു ദൈവദാസനെ കൊണ്ടോ ആരെ കൊണ്ടും സാധ്യമല്ല. അതുകൊണ്ട് എല്ലാവരും കള്ളന്മാരായിക്കോളാനല്ല ഞാൻ പറഞ്ഞത്, എല്ലാവരും കളകളാകാനല്ല പറഞ്ഞത്. കളകൾ ഉണ്ടാകുന്നത്, അസത്യം ഉണ്ടാകുന്നത് ആരുടെ പ്രവർത്തനപരമായിട്ടാണ്? അത് ദൈവത്തിന്റെ പ്രവർത്തനപരമായിട്ടല്ല, അത് ശത്രു ചെയ്തതാ. ആരാണ് ഈ ശത്രു? എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ ലോകത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാക്കുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാക്കുവാനുമായിട്ടാണ് വന്നത്. എന്നാൽ കള്ളൻ വരുന്നതിനാ അറുപ്പാനും കുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ ഈ കള്ളൻ വരുന്നില്ല. അതുകൊണ്ട് അവനാ ശത്രു എന്ന് നമ്മൾ അറിയേണ്ടതാണ്. ഇതാണ് ഈ ലോകത്തിലെ ദൈവസഭകളും ഈ ദൈവമക്കളും അതിൽ ഉൾപ്പെട്ട് നിൽക്കുന്ന അല്ലാത്തവരും എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ദൈവമക്കൾക്ക് പോലും ദൈവസഭക്കാർക്ക് പോലും അറിയത്തില്ല. ഈ രജിസ്റ്ററിൽ കാണുന്ന, ഈ പേരിൽ അറിയപ്പെടുന്ന ഈ ഓരോ കണക്കിലുള്ള മെമ്പേഴ്സ് ഇത് മുഴുവൻ കർത്താവിന്റെ കാന്തയാണെന്നോ, കർത്താവിന്റെ ശരീരമാണെന്നോ, കർത്താവിനാൽ പണിയപ്പെടുന്ന ആത്മീക ശബ്ദമാണെന്നോ ഒക്കെ ഒരു മിഥ്യാധാരണയിൽ കൂടെ പോവുകയാണ്. ആകയാൽ ഒരിക്കലും അങ്ങനെ വരത്തില്ല. യഥാർത്ഥ ഗോതമ്പ് മണികൾ അത് യജമാനന്റെ കളപ്പയിൽ ആകുന്നത് പോലെ യഥാർത്ഥ നിലത്ത് വീണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ലെങ്കിൽ അത് തനിയായിരിക്കും, ചത്തുവെങ്കിലോ ഫലം കായ്ക്കും. ഒരു ഗോതമ്പ് മണി 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് നിലത്ത് വീണ് ചത്തതിന്റെ ഫലമായിട്ട് ഓരോ തുള്ളി രക്തത്തിൽ നിന്ന് 1000 പേർ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഇവിടുത്തെ പാട്ടുകാർ പാടിവെങ്കിൽ അത് അതിനേക്കാൾ ശക്തിമത്തായി കർത്താവിന്റെ ഓരോ തുള്ളി രക്തത്തിൽ നിന്ന് 1000 അല്ല 1 കോടി ജനം വീതം ഇവിടെ എഴുന്നേറ്റ് വരുവാൻ സാധ്യതയുള്ള ശക്തിയുള്ള രക്തമാണ് യേശുവിന്റെ രക്തം. ആ യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ടവരായ ദൈവമക്കൾ യജമാനന്റെ സ്വർഗീയ കളപ്പുരയിൽ ഒരുമിച്ച് അവനോട് കൂടെ മണവറയ്ക്ക് അവകാശം പറയുന്ന ഒരു സുദിനം വരാൻ തോന്നുകയാണ്. അത് അന്ന് മാത്രമേ തിരിക്കപ്പെടുകയുള്ളൂ. ദൈവമക്കൾ എന്ന് പറയുന്ന സമൂഹത്തെ പ്രതിഫലത്തിന് നയാസനത്തിലൂടെ കയറ്റി ഇറക്കുമ്പോൾ മാത്രമേ അത് ഇഹലോകത്തിന് തിരികപ്പെടുകയില്ല, അത് പ്രതിഫലത്തിന് നയാസനത്തിൽ മാത്രമേ തിരികപ്പെടുകയുള്ളൂ. എന്നാൽ ഇതിനകത്ത് കരണീയമായിട്ടുള്ളത് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്നവരെ കളകളായി മാറുവാൻ പാടില്ലാത്തതാണ്. അത് ശത്രുവിന്റെ പ്രവർത്തനമാണ്. അത് ബോധപൂർവം മനസ്സിലാക്കി യഥാർത്ഥ ഗോതമ്പ് മണിയായി ഇവിടെ സാക്ഷ്യത്തോടെ ജീവിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അടുത്ത ഭൂമി എന്താ? സ്വർഗരാജ്യം. കടലിൽ മീൻ പിടിക്കാൻ വലയെറിഞ്ഞ നല്ലതും ചീർത്തികമായ മീൻ പിടിച്ച വലയോട് സദൃശം. വല വലിച്ചു കൂട്ടി, നിറയെ മീനുണ്ട്. വലയിറക്കവൻ കരയ്ക്ക് വല വലിച്ചു വെച്ചിട്ട് അതിലെ മീൻ തെരഞ്ഞു. നമ്മൾ അവിടെ തന്നെ വായിക്കുന്നു, നല്ല മീനുകളെ പാത്രത്തിലാക്കി നിറച്ചു, ചീത്ത മീനുകളെ എറിഞ്ഞു കളഞ്ഞു. എങ്ങോട്ട് എറിഞ്ഞു കളഞ്ഞു? എങ്ങോട്ട് എറിഞ്ഞു കളയാനായി എളുപ്പം ഈ മീനിന്? ഈ കരക്കിട്ട് കഴിഞ്ഞാൽ മാറിപ്പോകും, പിന്നെ കുടിച്ചു വെക്കാൻ പോകണം. അതുകൊണ്ട് ആ പിടിച്ചിടത്തേക്ക് തന്നെ, ആ പോകുന്നിടത്തേക്ക് തന്നെ അങ്ങോട്ട് എറിഞ്ഞു കളയാം. കളയെ ഏത് നിലത്തെ പാഴാക്കി ദൈവമക്കളെ ഞെരുക്കിക്കൊണ്ടിരുന്നു അവിടെ ഇട്ട് കത്തിച്ചാമ്പലാക്കിച്ച ദൈവം അതേ ചീത്ത മീൻ കിടന്ന അതേ സ്ഥാനത്തേക്ക് അവരെ മടക്കിയിട്ടിട്ട് എറിഞ്ഞു കളഞ്ഞിട്ട് നല്ല മീനുകളെ പാത്രത്തിൽ ശേഖരിച്ചു. ഇതാണ് ഭൂമിയിലെ ദൈവരാജ്യം, സ്വർഗരാജ്യം എന്ന് പറഞ്ഞു. അതുകൊണ്ട് വലയിറക്കിയാൽ, കടലാകുന്ന ലോകത്ത് സുവിശേഷമാകുന്ന വലയിറക്കിയാൽ, ആ സുവിശേഷമാകുന്ന വല വലിച്ചു കൂട്ടുമ്പോൾ നല്ല മീനും ചീത്ത മീനും കയറാൻ സാധ്യതയുണ്ട്. എന്നാൽ പിറക്കുന്ന ഒരു സമയമുണ്ട്.
തിരിക്കുന്ന ഒരു സമയമുണ്ട്, മീനെ പാത്രത്തിലാക്കുന്ന ഒരു കാലഘട്ടമുണ്ട്, ചീത്തയെ എവിടെ നിന്ന് കിട്ടിയോ അവിടേക്ക് തട്ടിക്കളയുന്ന ഒരു കാലഘട്ടമുണ്ട്. ഇതാണ് ദൈവസഭ എന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞു. ഈ പശ്ചാത്തലത്തിൽ യേശു പഠിപ്പിച്ച ഈ പശ്ചാത്തലത്തിലാണ് നാം പിന്നീട് പെന്തക്കോസ്ത് മുതലുള്ളതായിരിക്കുന്ന കാര്യങ്ങളിലേക്ക് കടന്നു വരേണ്ടത് എന്ന് മനസ്സിലാക്കുക. ഒരൊറ്റ കാര്യം പറയട്ടെ, ആ പെന്തക്കോസ്ത് സഭയുടെ ആരംഭത്തിന് ശേഷം, അല്പകാലത്തിന് ശേഷം, ഫിലിപ്പോസിന്റെ സുവിശേഷ വേലയാൽ ശമരിയിൽ ഉണ്ടായ കൂട്ടായ്മ, ശമരിയിൽ ഉണ്ടായ ഫെലോഷിപ്പ്, ശമരിയിൽ ഉണ്ടായ ദൈവസഭ, അതിനകത്ത് മാനസാന്തരപ്പെടാതെ ഒരു ശുദ്രക്കാരൻ ശീമോൻ എന്താ പറയുന്നത്, പേടിച്ചു വരച്ചുകൊണ്ടോ അല്ലെങ്കിൽ അത്ഭുതപ്പെട്ടുകൊണ്ടോ ഇനി ഈ കൂടെ കൂടുന്നത് തന്നെ ജീവിതത്തിന് നല്ലതെന്ന് വിചാരിച്ചുകൊണ്ടോ അവൻ ദൈവസഭയ്ക്കകത്ത് വന്നു. ഫിലിപ്പോസിന് ആത്മാവില്ലാഞ്ഞിട്ടാണോ? ശമരിയിൽ ആത്മാവിനെ കൊടുത്ത പത്രോസിനും യോഹന്നാനും ആത്മാവില്ലാഞ്ഞിട്ടാണോ? വിവേചനപരമില്ലാഞ്ഞിട്ടാണോ? അപ്പോൾ ആത്മാവിനെ പകരുവാൻ വേണ്ടി അപ്പോസ്തലന്മാർ സൂക്ഷിക്കുമ്പോൾ ഇവനും പണം കൊണ്ടുവരിക, ഇത് പോക്കറ്റിലേക്ക് ഇട്ടോ, എന്നിട്ട് ആ കൈ ഇങ്ങനെ വെച്ചാലേ ഇതുപോലെ തന്നെ എനിക്കും ആത്മാവ് കിട്ടി, ഞാനും കൈവയ്ക്കുമ്പോൾ ഈ ആത്മാവ് കൈ വെക്കുന്നവർക്കെല്ലാം ഉണ്ടാകത്തക്കവണ്ണം പണം എത്രയാണെന്ന് പറഞ്ഞു, ഇതാ ഇട്ടേക്കാൻ പറഞ്ഞു. പണത്തിന് ആത്മാവിനെ വാങ്ങാൻ വന്നവൻ ഉടനെ എന്താ പറഞ്ഞ, നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ. അപ്പോ അവൻ മാനസാന്തരപ്പെട്ടവനാണോ? നിന്റെ പണം നിന്നോടുകൂടെ നശിക്കട്ടെ, നീ നശിക്കും, നിന്റെ പണവും നശിക്കും എന്നാ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെ വിലയ്ക്ക് വാങ്ങുവാൻ നീ തുനിഞ്ഞോ? നിന്റെ പാപം ക്ഷമിച്ചു കിട്ടുമോ? എനിക്കറിയുന്നില്ല, അനുഭവിച്ചു നോക്ക് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവൻ എങ്ങനെ ദൈവസഭയ്ക്ക് അകത്ത് വന്നു? ഇവൻ എങ്ങനെ പരിശുദ്ധമായി വാങ്ങാൻ അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നു? അതെ, അപ്പോസ്തലന്മാർക്ക് ആത്മാവില്ലാഞ്ഞിട്ടാണോ, പഴങ്ങളില്ലാഞ്ഞിട്ടാണോ, കഴിവില്ലാഞ്ഞിട്ടാണോ? അവിടെ മുതൽ കള തുടങ്ങിയതാ, അല്ലേ? അവിടെ മുതൽ കള തുടങ്ങിയതാ. ആ വിധവന്മാരുടെ കാര്യത്തിൽ പെരുമെറുപ്പ് തുടങ്ങി കളയാകാൻ കുറെ പേര് പോയതാ, പിന്നെ അന്നത് ഉണർന്നതാ. അപ്പോ ഇവിടെ മുതൽ കളകൾ ഉണ്ടായി തുടങ്ങിയതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഏലിവസം നൽകുവാൻ, അല്ലേ, ദേശാധിപതിയുടെ വിശ്വാസത്തെ തടയുവാൻ രംഗപ്രവേശനം ചെയ്ത് പൗലോസിനോട് പോരാടിക്കൊണ്ട് ഈ അല്പസമയത്തേക്ക് നിന്റെ കണ്ണ് കാണാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ തപ്പി നടന്നു എന്നൊക്കെ പറഞ്ഞ് അപ്പോ ദേശാധിപതി വിസ്മയിച്ച കർത്താവിൽ വിശ്വസിച്ചു എന്നൊക്കെ പറയുന്നു. അത് ഇത് ആരംഭം മുതലുള്ള ഒരു ചരിത്രമാണ്. അതുകൊണ്ട് ഡ്യൂപ്ലിക്കേറ്റിനുള്ള ന്യായീകരണമല്ല, ദൈവത്തിന്റെ പ്രവർത്തന വ്യവസ്ഥിതി അവൻ എന്താ ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് വചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. തുടർന്ന് നമുക്ക് ഇപ്രകാരം ചിന്തിക്കാം. 2 കൊരിന്ത്യർ 11 എടുത്താട്ടെ. 2 കൊരിന്ത്യർ 11 അതിന്റെ ആദ്യം മുതൽ അവസാനം വരെ ചാപ്റ്റർ 11 തന്നെ അത് ഈ കാലഘട്ടത്തിൽ നാം ഈ കാണുകയും കേൾക്കുകയും പരിഗണിക്കുകയും ചെയ്യുന്ന ഈ വിഷയങ്ങൾക്കെല്ലാം ഒരു മകളുദാഹരണം എന്ന നിലയിൽ, ഒരു പ്രവചനം എന്നുള്ള നിലയിൽ വളരെ വ്യക്തമായി അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ആ അധ്യായം എടുത്തിട്ട് ഒന്ന് വായിച്ചു തരാമോ? വായിക്കാൻ സാധിക്കുന്നവര് ആദ്യം മുതൽ ഒന്ന് വായിച്ചു തരാമോ? അവിടെ നിർത്തിക്കൂ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ആരുടെ എരിവാ? ദൈവത്തിന്റെ എരിവ്. ആദ്യം ആരെ കുറിച്ചാ പറയുന്നത്? ദൈവത്തെ കുറിച്ച്, അല്ലേ? ദൈവത്തെ കുറിച്ച് ആണ് എന്ന് വളരെ വ്യക്തമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. തുടർന്ന് വായിച്ചാട്ടെ. ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. വീണ്ടും ആ വാക്യം നമുക്കറിയാം. സഭയോട് പറയുകയാണ്, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷനും നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ ദൈവസഭകളെ നിങ്ങളെ ഞാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. വീണ്ടും ഈ വാക്യത്തിൽ ഒരു വാക്യം ശ്രദ്ധിക്കുക. എന്നാൽ സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചു. ആരാണ് ഈ സർപ്പം? പിശാച്, സാത്താൻ. അപ്പോ ദൈവം ഒരു വശത്ത്, ദൈവം ഈ അധ്യായം തുടങ്ങുമ്പോൾ മറുഭാഗത്ത് ആരുണ്ട്? പിശാചും സർപ്പമുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക. 2 കൊരിന്ത്യർ 11 കുറിച്ച് അപ്പോസ്തലൻ എഴുതുമ്പോൾ, പറയുമ്പോൾ, പഠിപ്പിക്കുമ്പോൾ ഇതാ ഒരു വശത്ത് ദൈവം നിൽക്കുന്നു, മറുവശത്ത് ദൈവത്തിന്റെ പ്രവർത്തനപരമായിട്ടാണല്ലോ ഇവർ മാനസാന്തരപ്പെട്ടത്, അല്ലേ? ഇവർ ഇപ്രകാരം വന്നത് അതേ ദൈവത്തിന്റെ പ്രവർത്തനപരമായിട്ടല്ലേ ഇവരെ നിർമ്മല കന്യകയായി ക്രിസ്തുവിന്റെ കല്യാണ ദിവസം ഏൽപ്പിക്കുവാൻ പൗലോസ് എന്ന് പറയുന്ന ഈ അപ്പോസ്തലൻ ഇവരെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നത്? അതെല്ലാം ദൈവത്തിന്റെ കാര്യമല്ലേ, ദൈവത്തിന്റെ പ്രവർത്തനപരമല്ലേ? എന്നാൽ ഭയപ്പാടെന്താ? അന്ന് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ അതേ സാത്താൻ ഇപ്പോൾ ഞാൻ കല്യാണ നിശ്ചയം
അതെ കുഞ്ഞാടിനെ ഒരുക്കിക്കൊണ്ട് അല്ല മണവാട്ടിയെ ഒരുക്കിക്കൊണ്ട് കുഞ്ഞാടന്റെ ഓമനക്കുമാരനായിരിക്കുന്ന മണവാളിന്റെ കല്യാണം നടക്കുവാൻ ശക്തിമത്തായി ദൈവം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് സർപ്പം ആ കല്യാണം നടക്കാതിരിക്കുവാൻ, ആ മണവാളിൽ നിന്ന് ഈ മണവാട്ടിയെ അകറ്റുവാൻ, മാനസികമായി മടിപ്പിക്കുവാൻ, ഏകാഗ്രത വിടുവാൻ, നിർമ്മലത കളങ്കപ്പെടുത്തുവാൻ ഒക്കെയുമായിട്ട് ശക്തമായി കാര്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സാത്താൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മുടെ വിചാരം രക്ഷിക്കപ്പെട്ടപ്പോൾ പിന്നെ സാത്താൻ പോലും നിന്നമ്പാടി പോയി, പിന്നെ അവൻ ചത്തുപോയെന്ന അതേപോലും അന്നേരം മുതൽ ആ പ്രവർത്തനം ശക്തിപ്പെടാൻ പോകുന്നത്. രക്ഷിക്കപ്പെടാത്തവരെ പുറകെ നടന്നിട്ട് വല്ല കാര്യമുണ്ടോ? രക്ഷിക്കപ്പെടാതെ അവൻ നോക്കും ഈ ലോകത്തിൽ സകല മനുഷ്യരെയും, രക്ഷയിലേക്ക് വരാതെ നോക്കും. എവനെങ്കിലും ദൈവകൃപയാൽ രക്ഷിക്കപ്പെട്ട് പോയാൽ അവനെ കുഞ്ഞാടിന്റെ കാന്തയാക്കാതെ കല്യാണ മണ്ഡപത്തിൽ കടത്താതെ നോക്കും. ഇതാണ് അവന്റെ വഴി. രക്ഷിക്കപ്പെട്ടവനെ പിന്നെ രക്ഷിക്കപ്പെടുത്താതിരിക്കാൻ പറ്റൂ? പറ്റത്തില്ല. പെട്ടവൻ പെട്ടുപോയി. രക്ഷിക്കപ്പെട്ടവനെ പിന്നെ എന്ത് ചെയ്യുകയാണ്? ഒരിക്കലും യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ അവൻ വളർന്നു വരാതെ ആ കല്യാണ നിശ്ചയം മുടക്കിക്കളഞ്ഞ് വേറെ ഒരുത്തിന് ആക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് രാപകലില്ലാതെ അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ആ മറ്റേ കർത്താവ് പറഞ്ഞ ഉപമയുടെ കാര്യം അങ്ങനെയാണ്. ഇത് രണ്ടും കൂടെ വളരുമെന്ന് പറഞ്ഞത്. അപ്പൊ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. കുഞ്ഞാടുമായിട്ട് കല്യാണം നടക്കുമോ എന്നുള്ളതാണ്. രക്ഷിക്കപ്പെട്ടോ എന്നുള്ളത് ആരംഭമാണ്. അത് മിസ്രയീം വിട്ട് കനാനിലേക്കുള്ള യാത്ര തിരിച്ചിട്ടേ ഉള്ളൂ. കനാനിൽ കയറി കനാൻ അവകാശപ്പെടുത്തുന്നു എന്നുള്ളതാണ്. 600,000 ഇസ്രായേൽക്കാരിൽ 2 പേർക്ക് അകത്ത് കയറി കൈവശപ്പെടുത്താൻ പറ്റിയതല്ലോ. ആ തലമുറയിൽ ലീഡറായിരിക്കുന്ന മോശയ്ക്ക് പോലും അതിന് സാധിച്ചിട്ടില്ലല്ലോ. അതുകൊണ്ട് 1 കൊരിന്ത്യർ 10 പൗലോസ് പറഞ്ഞു, ഇസ്രായേലിന് അത് സംഭവിച്ചില്ല, അവർ മിക്ക പേരിലും ദൈവം അത് സാധിച്ചില്ല. ഇത് ഞാനിപ്പോൾ പറയുന്നത് ദൈവസഭയ്ക്ക് ഒരു ബുദ്ധി ഉദ്ദേശത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് നിൽക്കുന്നുവെന്ന് ആർക്കെങ്കിലും തോന്നലുണ്ടെങ്കിൽ വീഴാതിരിക്കാൻ നോക്ക് എന്നാ പറഞ്ഞിരിക്കുന്നത്. നിൽക്കുന്നുവെന്ന് ആരെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ വീണു പോകാൻ സാധ്യതയാ. വീഴാതിരിക്കാൻ നോക്കിക്കോ. ഇനി നിൽക്കാൻ നോക്കുവല്ല, വീഴാതിരിക്കാൻ നോക്കിക്കോ എന്നാ പറയുന്നത്. അതുകൊണ്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് ചിന്തിക്കുമ്പോൾ മാത്രമേ അതിന്റെ ഗൗരവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എന്താ, ഒരു ഭാഗത്ത് ദൈവം നിന്ന് പ്രവർത്തിക്കുന്നു, ജനത്തെ രക്ഷപ്പെടുത്തി രക്ഷിക്കപ്പെട്ടവരെ കുഞ്ഞാടിനെ കാന്തിയാക്കി തീർക്കുവാൻ. അപ്പോൾ മറുഭാഗത്ത് അന്ന് സൗവയെ തോൽപ്പിച്ച, ആദവനെ തോൽപ്പിച്ച അതേ പഴയ പാമ്പായ മഹാസർപ്പമായിരിക്കുന്ന അവൻ അവിടെ നിന്ന് പ്രവർത്തിക്കുകയാ. കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്നവരെ കല്യാണം നടത്താതെ ഹൃദയം തെറ്റിച്ച്, മനസ്സ് തെറ്റിച്ച് അവരെ മാറ്റിക്കളയാനായിട്ടുള്ള സകല പ്രവർത്തനവും ഇവിടെ സാത്താൻ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഈ 2 പ്രവർത്തനങ്ങൾ ശക്തിമത്തായി ഒരു വ്യക്തിയിൽ കൂട്ടിയടിക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പൊ തുടർന്ന് നമുക്ക് താഴോട്ട് വായിച്ച് ചിന്തിക്കാം. ഇപ്പൊ വായിച്ചതിന്റെ താഴത്തെ വേദഭാഗത്തിലേക്ക് കടന്നു വന്നാട്ട് എന്താണ് ഈ പറയുന്നത്? എങ്ങനെ കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്ന ആ വ്യക്തിയെ യേശുക്രിസ്തുവിനോടുള്ളതായിരിക്കുന്ന ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളാക്കി കളയുന്നത് എങ്ങനെയാണെന്നാണ് പറഞ്ഞത്. അത് പറഞ്ഞു തന്നില്ലെങ്കിൽ നമുക്കറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? അതിന്റെ കാരണം പറയുക. ഇവിടെ മുതൽ കുറെ കൂടെ കൂടുതലായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ, നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ് ലഭിക്കുകയോ നിങ്ങളോട് പറയാത്ത മറ്റേതെങ്കിലും ഒരു സുവിശേഷം പറയുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം. അപ്പൊ എന്താണ് കല്യാണ നിശ്ചയം ചെയ്തിരിക്കുന്ന ദൈവമക്കളുടെ കല്യാണം നടക്കാതെ പോകാതെ ഇരിക്കാനുള്ള മുഖാന്തരങ്ങൾ? യേശു മാറിപ്പോകുന്നു, സുവിശേഷം മാറിപ്പോകുന്നു, ആത്മാവ് മാറിപ്പോകുന്നു. ഇനി അതിന്റെ ഓർഡറുകൾ ഞാൻ പറയാം. ആത്മാവ് ആദ്യം മാറുന്നു, അപ്പോൾ സുവിശേഷം ആദ്യം മാറുന്നു, അപ്പോൾ യേശു മാറിപ്പോകും. ആത്മാവും സുവിശേഷവും മാറിയാൽ ആര് മാറിപ്പോകും? അതെന്താ കാര്യം? കന്യക മറിയാമിൽ യേശുക്രിസ്തു ഗുരുവായത് ദൈവം പറഞ്ഞു വിട്ട വചനം ഗബ്രിയേൽ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ വിശുദ്ധ പ്രജ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും എന്ന് പറഞ്ഞപ്പോൾ കർത്താവിന്റെ ദാസ്യന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ആ വചനം കന്യക മറിയാം ഏറ്റെടുത്തപ്പോൾ ആ വചനത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിച്ചിട്ട് കന്യക മറിയാമിന്റെ ഹൃദയത്തിൽ യേശു ഉരുവാകുകയും അവരുടെ ഗർഭപാത്രത്തിൽ ഇടപെടുകയും ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നത് പോലെ വചനവും ആത്മാവും ഒരുമിച്ച് ക്രിയ ചെയ്യുമ്പോൾ യേശുവിനും ഒരു ഗുരുവാകാൻ സാധിച്ചത്. ഇന്നും വീണ്ടും ജനനം എന്ന് പറയുന്നത് ഒരാൾ ക്രിസ്തുവിൽ ഇരിക്കുക എന്ന്
ഒരു പ്രവർത്തനമാണ്. വിവാഹിതർക്ക് അറിയാം, സ്ത്രീ പുരുഷ ബീജ സങ്കലനത്താൽ ഒരു പുതുജനനം നടക്കുന്നു. അതുപോലെ ദൈവത്തിന്റെ കെടാത്ത വിത്തായിരിക്കുന്ന വചനവും ആത്മാവും കൂടെ യോജിക്കുമ്പോൾ ഈ വീണ്ടും ജനനം നടക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് എന്താ മാറിപ്പോകുന്നത്? ഇനി അതിന്റെ ശരിയായ ഓർഡറിൽ മാറട്ടെ. പറയുന്നവന്റെ അകത്തെ ആത്മാവ് മാറിയതിനു ശേഷം അവന്റെ വായിലൂടെ ആദ്യം വീഴുന്ന സുവിശേഷ വചനങ്ങൾ, സുവിശേഷം മാറിപ്പോകും. സുവിശേഷം മാറിപ്പോകുമ്പോൾ ആ സുവിശേഷത്തിന് അനുയോജ്യമായിട്ട് വ്യാപരിക്കുന്ന ആത്മാക്കൾ ഒത്തിരിയുണ്ട്. സാക്ഷാൽ ജീവനുള്ള സുവിശേഷം പറഞ്ഞാൽ ദൈവത്തിന്റെ ആത്മാവ് കടന്നു വന്ന് അതിലൂടെ പ്രവർത്തിക്കും. സുവിശേഷം മാറിപ്പോയാൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ വേറെ ആത്മാവ് വന്ന് പ്രവർത്തിക്കും. ഇതാണ് സംഭവിക്കുക. അങ്ങനെ പ്രവർത്തിച്ച് കഴിയുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യം, അവസാനം വായിക്കാൻ പോകുന്നത് ഇങ്ങനെയാ സംഭവിക്കുന്നതെങ്കിൽ ഇനി ശ്രദ്ധിക്കേണ്ടത് കർത്താവല്ല, നമ്മളാ ശ്രദ്ധിക്കേണ്ടത്. അതുകൊണ്ട് എന്ത് വിവേചനം വേണം? ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, രണ്ട് യേശു ഉണ്ട്, രണ്ട് ആത്മാവുണ്ട്, രണ്ട് സുവിശേഷമുണ്ട്. അപ്പോ എന്താണ് ഈ പറയുന്നത്? ഇനി നമ്മുടെ ആനുകാലിക സംഭവത്തിലേക്ക് വരാം. ഇതാ ഒറിജിനൽ യേശു, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശു. ഇതാ ഒറിജിനൽ സുവിശേഷം, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് സുവിശേഷം. ഇതാ ഒറിജിനൽ ആത്മാവ്, അതിന് പകരം ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആത്മാവ്. ഇപ്പൊ കാര്യം മനസ്സിലായില്ലേ? അതുകൊണ്ട് ഒറിജിനൽമാരും ഇവിടെയുണ്ട്, ഡ്യൂപ്ലിക്കേറ്റുമാരും ഇവിടെയുണ്ട്. രണ്ട് യേശു ഉണ്ട്, രണ്ട് ആത്മാവുണ്ട്, രണ്ട് സുവിശേഷം ഉണ്ട്. വളരെ വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇത് 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലനായിരുന്ന പൗലോസ് 2 Corinthians 11 ഭാവികാല പ്രവചനമായി പറഞ്ഞ പ്രവചനമാണ്. ഇത് സംഭവിക്കാൻ പോകുന്നു എന്ന്. ഇന്ന് ഈ പ്രവചനം കഴിഞ്ഞിട്ട് 1-ാം നൂറ്റാണ്ടിൽ പറഞ്ഞിട്ട് ഇത് 21-ാം നൂറ്റാണ്ടാണല്ലോ. എത്ര നൂറ്റാണ്ടുകൾ പിന്നിട്ടപ്പോഴാണ് നമ്മൾ ഇതൊരു യാഥാർത്ഥ്യമാകുന്നു എന്ന് മനസ്സിലാക്കിയത്. ഇത് യാഥാർത്ഥ്യമാകുന്നു എന്ന് മനസ്സിലാക്കാൻ ദൈവദാസന്മാർ തന്നെ മനസ്സിലാക്കുമോ? ദൈവമക്കൾ തന്നെ മനസ്സിലാക്കുമോ? അപ്പോൾ എന്ത് സംഭവിക്കണം? ഇത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രവർത്തന പദ്ധതി എങ്ങനെയെങ്കിലും ഒന്ന് സംജാതമാക്കണം. അതുകൊണ്ട് ഞാൻ ഏറ്റവും നന്നായി വിശ്വസിക്കുന്നു, ഈ പ്രവർത്തനങ്ങളുടെ പേരിൽ, ഈ കാണുന്നതിന്റെ പേരിൽ, ഈ കേൾക്കുന്നതിന്റെ പേരിൽ, ഈ ജനം അറിയുന്നതിന്റെ പേരിൽ, ജനത്തിന്റെ ഈ പോലീസിന്റെ പ്രവർത്തനത്തിന്റെ പേരിൽ, പാർട്ടികളുടെ പ്രവർത്തനത്തിന്റെ പേരിൽ, മതവൈരാഗ്യത്തിന്റെ മതക്കാരുടെ പ്രവർത്തനത്തിന്റെ പേരിൽ എല്ലാം ഈ വാർത്ത മാധ്യമങ്ങളിലൂടെ ലോകം അറിയപ്പെടുന്നതിന്റെ പിന്നിൽ ദൈവത്തിന്റെ ഒരു കരമുണ്ട്. എന്തുകൊണ്ടാ ഇതൊന്ന് തിരിഞ്ഞേ പറ്റൂ. ആത്മാവ് ഏതാണെന്നൊന്ന് തിരിഞ്ഞേ പറ്റത്തുള്ളൂ. സുവിശേഷം ഏതാണെന്നൊന്ന് തിരിഞ്ഞേ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മളെപ്പോലെ ആരെങ്കിലും പാപങ്ങൾ പറഞ്ഞോണ്ടെന്ന് കിടഞ്ഞാൽ അവര് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയല്ലേ ഉള്ളൂ, അല്ലേ? അതങ്ങനെയാണ്. അതുകൊണ്ട് ഇത് ദൈവത്തിന്റെ വലിയൊരു പ്രവർത്തനമാണ്. ഇത് പ്രവചനത്തിന്റെ നിവർത്തിയാണ്. അപ്പോൾ ഹൈന്ദവ മതത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥമായ സന്യാസിമാർ ധാരാളമുണ്ട്. അവരുടെ മതത്തെ സംബന്ധിച്ചിടത്തോളം, അവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം കലതീർന്ന യഥാർത്ഥ സന്യാസിമാരുണ്ട്, കള്ള സന്യാസിമാരുണ്ട്. ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ ദൈവമക്കളുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ദൈവമക്കളുമുണ്ട്. യഥാർത്ഥ ദൈവദാസന്മാരുമുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് ദൈവദാസന്മാരുമുണ്ട്. മതമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥ പൗരോഹിത്യ വൃന്ദത്തിൽപ്പെട്ടവരുണ്ട്, ഡ്യൂപ്ലിക്കേറ്റ് പൗരോഹിത്യ വൃന്ദത്തിൽപ്പെട്ടവരുമുണ്ട്. ശരിയല്ലേ? അപ്പോ ഈ യാഥാർത്ഥ്യങ്ങളെല്ലാം വെളിച്ചത്ത് വരേണ്ടത് വളരെ ആവശ്യം. ന്യായവിധിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു, അറയ്ക്കുള്ളിൽ മന്ത്രിച്ചത് തുറമുകളിൽ കേൾക്കുന്ന ഒരു കാലം വരെ കർത്താവിന്റെ പ്രവചനമാണ്. ഇന്നത് നടന്നുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? അതെല്ലാം അപ്രകാരം സംഭവിക്കും. ഇരുട്ടിട്ട് പറഞ്ഞത് വെളിച്ചത്ത് ആകും, അറയ്ക്കുള്ളിൽ മന്ത്രിച്ചത് തുറമുകളിൽ ഘോഷിക്കപ്പെടും. ഇതെല്ലാം നടക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടന്നു